ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി? ശരിക്കും പറഞ്ഞാൽ ഇനി ഒരു ജന്മമുണ്ടോ? സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. അത് നേടുന്നത് വരെ നമ്മൾ പ്രയത്നിക്കുന്നതാണ് നമ്മുടെ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത്. അവിടെ എത്തിപ്പെട്ട കായലിൻ പ്രഭാതഗീതങ്ങൾ. നമ്മുടെ ഡിക്ഷണറിയിൽ നിന്ന്, നമ്മുടെ മൈൻഡിന്റെ ഡിക്ഷണറിയിൽ നിന്ന് നമ്മൾ എടുത്തു കളയേണ്ട ഒരു വേർഡ് ഉണ്ട്. എന്താണെന്നറിയാം? ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം. മൈ ഡിയേഴ്സ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മ്യൂസിക്കിനെ കുറിച്ചിട്ടും കുറച്ച് റിലാക്സേഷനെ കുറിച്ചിട്ടും അതിൽ കുറച്ച് മോട്ടിവേഷനും എല്ലാം കൂടെ കലർന്നിട്ടുള്ള ഒരു ടോക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപാട് സ്ട്രെസ്സിലൂടെ ആയിരിക്കും ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഒക്കെ ഒരുപാട് സ്ട്രെസ്സിലായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും അല്ലേ. അപ്പോൾ ഇനി എന്താ ചെയ്യുക, ബാക്കി എന്താണ്, ഇനി ഭാവി ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ആ പ്രശ്നം നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? നമ്മുടെ വർക്ക് സ്പേസിലായിരിക്കാം ഈ ടെൻഷൻ ഉള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടായിരിക്കും. ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് അവസാനം സോൾവ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ പലപ്പോഴും നമുക്ക് നമ്മുടെ ഒരു സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്ത സമയത്തുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. നമ്മൾ ഒരുപാട് പ്രയത്നിക്കുന്നുണ്ടാവും, പക്ഷെ നമുക്ക് ആ ലാസ്റ്റ് മൊമെന്റിൽ അത് നമുക്ക് ഡ്രോപ്പ് ആയി പോകുന്നുണ്ടാവും. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ കാരണം ഈ സ്ട്രെസ്സ് കൂടി അവസാനം ഇതെല്ലാം കൂടെ അങ്ങോട്ട് പൊട്ടിത്തെറിക്കും. അപ്പോൾ ഈ പൊട്ടിത്തെറി ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ഈ സ്ട്രെസ് എല്ലാം കൂടെ ഒന്ന് അക്യുമുലേറ്റ് ചെയ്ത് ഈ പ്രശ്നം വരുന്നത് നമുക്ക് ഒന്ന് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റുന്ന ഒരു ബെസ്റ്റ് ഒരു ഓപ്ഷൻ ഉള്ളത് മ്യൂസിക്കാണ് കേട്ടോ, സംഗീതം. നമുക്കെല്ലാവർക്കും അറിയാം, പലപ്പോഴും നമ്മൾ അറിയാണ്ട് പോലും നമുക്ക് എന്തെങ്കിലും ഒരു സ്ട്രെസ് ഉള്ള സമയത്ത്, അല്ലെങ്കിൽ നമുക്കൊരു ടെൻഷനുള്ള സമയത്ത് നമ്മൾ പാട്ടൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഓവർകം ചെയ്ത് പിന്നെ വേറൊരു മൂഡിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. അല്ലെങ്കിൽ ആ പാട്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന പഴയ നൊസ്റ്റു ഓർമ്മകളിലേക്ക് നമ്മൾ പോകും. അപ്പോഴും ഈ ഒരു സ്ട്രെസ്സിൽ നിന്ന് നമുക്ക് ബ്രേക്ക് ആവാൻ വേണ്ടിയിട്ട് ഒരു ചാൻസാണ് ഈ മ്യൂസിക് നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു കാര്യം, സ്വപ്നം. പലപ്പോഴും സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്തൊരു സമയത്താണ് ഈ സ്ട്രെസ്സ് കൂടുതലാവാറുള്ളത് അല്ലേ. അപ്പം APJ അബ്ദുൽ കലാം സാറ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതെപ്പോഴും നമ്മൾ സ്വപ്നത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കോട്ടാണ് ഓർമ്മ വരുന്നത്. ഡ്രീം ഇസ് നോട്ട് സംതിങ് ദറ്റ് യു സീ ഇൻ സ്ലീപ്പ്, ഡ്രീം ഇസ് സംതിങ് ദറ്റ് ഡസ് നോട്ട് ലെറ്റ് യു സ്ലീപ്പ്. അതായത് ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നിങ്ങളുടെ ഉറക്കം നശിപ്പിക്കുന്നതാണ് സ്വപ്നം എന്നുള്ളത്. അപ്പോൾ പലപ്പോഴും ഈ നശിപ്പിക്കുന്നതായിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. നശിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ അങ്ങോട്ട് ബുദ്ധിമുട്ടിക്കുന്ന സ്വപ്നം എന്നല്ല ഉദ്ദേശിക്കുന്നത്, ആ ഉറക്കത്തെ നശിപ്പിക്കുന്നത്. അതായത് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല, കാരണം നമുക്ക് പ്രയത്നിക്കണം. ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പ്രയത്നിക്കാൻ പറ്റുമോ? ഉറക്കം എന്ന് പറയുന്നത് നല്ല സുഖകരമായ ഒരു കാര്യമാണ്. പക്ഷേ നമുക്ക് ഏതോ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് നമ്മൾ എത്തണം എന്ന് വിചാരിക്കുന്ന ആ സ്ഥലം സ്വപ്നം കണ്ട് മാത്രം കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് പോവില്ല. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുക? കൈയും കാലും ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് ബുദ്ധിയും ഉപയോഗിച്ച് പ്രയത്നിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ അങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പോഴാണ് ഈ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത്. ആ ഒരു യാഥാർത്ഥ്യമാണ് ഈ സ്വപ്നത്തെ കാട്ടിയും സുന്ദരം. സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. നിങ്ങളീ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം. സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. നിങ്ങളീ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം. സ്വപ്നങ്ങൾ ദൈവങ്ങളില്ല, മനുഷ്യരില്ല, പിന്നെ ജീവിത ചൈതന്യമില്ല. ദൈവങ്ങളില്ല, മനുഷ്യരില്ല, പിന്നെ ജീവിത ചൈതന്യമില്ല. സൗന്ദര്യ സങ്കൽപ്പ ശില്പങ്ങളില്ല, സൗഗന്ധിക പൂക്കളില്ല. സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. നിങ്ങളീ
സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. അപ്പോൾ നമ്മൾ സ്വപ്നങ്ങളെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ടല്ല കേട്ടോ സ്വപ്നങ്ങളെ എന്നുള്ള പാട്ട് പാടിയത്. അതെനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഗാനമാണ്. നമ്മുടെ വയലാർ സാറിൻ്റെയും ദക്ഷിണമൂർത്തി സ്വാമികളുടെയും ഒരു കോമ്പിനേഷൻ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് അല്ലേ അത്. അപ്പോൾ അതുകൊണ്ടാണ് അതിൽ തുടങ്ങാം എന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ സ്വപ്നത്തിനെ കുറിച്ച് പറഞ്ഞ കാര്യം ആരും മറന്നിട്ടില്ലല്ലോ. സ്വപ്നം നമുക്ക് യാഥാർത്ഥ്യമാവണമെങ്കിൽ നമ്മൾ പിന്നെയും സ്വപ്നം കണ്ട് കിടന്ന് സുഖമായിട്ട് പുതച്ചു മൂടി കിടന്ന് ഉറങ്ങിയാൽ പറ്റോ? ഇല്ല. നമ്മൾ അത് യാഥാർത്ഥ്യത്തിലേക്ക് വരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹാർഡ് വർക്ക് എന്നുള്ളത്. അപ്പോൾ ഈ ഹാർഡ് വർക്കിൻ്റെ പരിധി എവിടെ വരെയാണെന്നുള്ളത് പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഞാൻ കുറേ നാളായിട്ട് ചെയ്യുന്നുണ്ട്, പ്രയത്നിക്കുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ട് ഞാൻ അവിടെ എത്തിച്ചേരുന്നില്ല, എനിക്ക് ഹാർഡ് വർക്ക് എത്രയും ഹാർഡ് വർക്കൊക്കെ പോരെ എന്ന് ചിന്തിക്കുന്നവരോട് ഒരു ഉത്തരമാണ് പറയാനുള്ളത്. ഒരു കഥയിലൂടെ പറഞ്ഞാലോ. അതായത് ഒരാൾ ഒരു സ്ഥലത്ത് നിധിയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ കുഴിച്ച് നിധി എടുക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ കുറേ കുഴികൾ എടുത്തെടുത്ത് ഒരു 100ഓളം കുഴികൾ അദ്ദേഹം എടുത്തു. അങ്ങനെ 100ാമത്തെ കുഴി എത്തിയപ്പോഴത്തേക്കും അദ്ദേഹത്തിന് മനസ്സിലായി ഇവിടെ കുഴിയിൽ ഒരു നിധിയും ഇരിപ്പില്ല, ഇനി ഈ പരിപാടി നിർത്താം. കാരണം ആൾ ഭയങ്കര ടയേർഡായി. അത്രയും ഹാർഡ് വർക്ക്, 100 കുഴി എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അങ്ങനെ ആളെന്ത് ചെയ്തു, അങ്ങ് പോയി, മതി നിർത്തി, ഇവിടെ നിധിയൊന്നും ഇല്ലെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. അപ്പോൾ ഇതറിഞ്ഞ് മറ്റൊരാൾ വീണ്ടും വന്നു. അപ്പോൾ ഈ 100 കുഴിയിലും ഇല്ലെന്നുള്ള കാര്യം അയാൾക്കറിയാം. ഇയാൾ അടുത്ത കുഴി കുഴിച്ചു, അയാൾക്ക് ആ നിധി കിട്ടി. അപ്പോൾ ആ നിധി ഉണ്ടായിരുന്നത് 101ാമത്തെ കുഴിയിലായിരുന്നു. അപ്പോൾ ആദ്യം വന്ന ആ മനുഷ്യൻ കുറച്ചുകൂടെ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്ത് ഇതിൽ എന്താണെങ്കിലും ഇവിടെ ഉണ്ടാവും, നമുക്ക് മാക്സിമം പരിശ്രമിച്ച് നോക്കാം, ചിലപ്പോൾ ബിരിയാണി കൊടുത്താലോ എന്ന് പറയുന്ന പോലെ ചിലപ്പോൾ നിധി കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നുകൂടെ ആ കുഴിയും കൂടെ ഒന്ന് കുഴിച്ച് നോക്കിയിരുന്നെങ്കിൽ ആ നിധി അദ്ദേഹത്തിന് കിട്ടിയേനല്ലേ. അപ്പം വളരെ സിമ്പിളായിട്ട് അടുത്ത ആൾ വന്ന് ഒറ്റ കുഴിയിൽ തന്നെ ഒറ്റ കുഴി എടുത്തപ്പോൾ തന്നെ നിധി കിട്ടി. അപ്പോൾ അതാണ് പറയുന്നത്, പലർക്കും ഈ ഒരു ലക്ക് ഫാക്ടർ എന്ന് പറയുന്നതും അതേപോലെ ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെടാൻ പലർക്കും പല മാർഗ തടസ്സങ്ങൾ ഉണ്ടാവാം. അപ്പം ഈ 100 കുഴിയെടുത്ത ഒരാൾ ഒട്ടും ഹാർഡ് വർക്ക് ചെയ്തില്ലെന്നല്ല പറയുന്നത്, പക്ഷേ ആ ഒരു 1 സ്റ്റെപ്പ് കൂടിയുള്ള ആ ഒരു ഹാർഡ് വർക്കും കൂടി അദ്ദേഹം ചെയ്തിരുന്നെങ്കിൽ നമ്മളത് നേടിയെടുത്തേനായിരുന്നല്ലേ. അതേപോലെ തന്നെയാണ് നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയില്ല അടുത്ത സ്റ്റേജിലാണ് നമ്മൾ ഇതിൽ എത്തിച്ചേരാൻ പോകുന്നതെന്ന്. അതിന് തൊട്ട് മുന്നുള്ള സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് പിൻവലിച്ച് നമ്മൾ തിരിച്ചു പോകും, ഇതിൽ നിന്നൊന്ന് പിന്മാറിപ്പോവും, നമ്മൾ മതിയാക്കും. കാരണം ഇനി നടക്കില്ല, ഇത്രയും വർഷം ഞാൻ ചെയ്തില്ലേ, എൻ്റെ കുറേ കൊല്ലങ്ങളുടെ കണക്കുകളും ഒക്കെ നമ്മൾ പറയും. അല്ലെങ്കിൽ ഇത്രയും സമയം ഞാൻ മറ്റൊരു കാര്യത്തിന് നിൽക്കേണ്ട സമയത്തിന് ഞാൻ ഇതിനു വേണ്ടി ശ്രമിച്ചു എന്നിട്ടൊന്നും കിട്ടിയില്ല. പക്ഷെ നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൃഢനിശ്ചയത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും. അത് പറയുമ്പോൾ നമുക്ക് ഇദ്ദേഹത്തെ മറക്കാൻ പറ്റില്ല. പൗലോ കൊയ്ലോ പറഞ്ഞ ഒരു സാധനമുണ്ട്. അതായത് when you really want something, all the universe conspires in helping you to achieve it. അല്ലേ, പ്രപഞ്ചം മൊത്തം നമുക്ക് വേണ്ടിയിട്ടുള്ള സാധനം നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളത് സത്യമാണ്. നമ്മൾ പല തടസ്സങ്ങളും മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു കൈത്താങ്ങായിരിക്കും നമുക്ക് പല രൂപങ്ങളിലെത്തുന്നത്. അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന നമ്മുടെ പാരൻസിൻ്റെന്നോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെന്നോ ഫ്രണ്ട്സിൻ്റെന്നോ ഒന്നും ആയിരിക്കില്ല. ചിലപ്പം തീരെ അപരിചിതനായിട്ടുള്ള ഒരാളായിരിക്കും ആ ഒരു കൈത്താങ്ങ് നമുക്ക് തരുന്നത്. അതിൽ പിടിച്ച് നമുക്ക് കയറാൻ പറ്റും. അപ്പോൾ ഒട്ടും ഹാർഡ് വർക്ക് ചെയ്യുന്ന കാര്യത്തിൽ എവിടെ വരെയാണ് പരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താണോ നമ്മുടെ സ്വപ്നം അത് നേടുന്നത് വരെ നമ്മൾ പ്രയത്നിക്കുന്നതാണ് നമ്മുടെ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത്. അവിടെ എത്തിപ്പെട്ടാൽ അവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇനിയുണ്ട് കുറച്ച് കാര്യങ്ങളും കൂടെ. എന്താണെങ്കിലും നമുക്ക് ഒരു ഗാനം കൂടി കേൾക്കാം. പിബരേ രാമരസം പിബരേ രാമരസം രസനേ പിബരേ രാമരസം പിബരേ രാമരസം രസനേ പിബരേ രാമരസം പിബരേ രാമരസം രസനേ. दूरीकृत पादक संसर्गं पूरितनानाविध फलवर्गं दूरीकृत पादक संसर्गं पूरित
रसने पिभरे रामरसं पिभरे रामरसं रसने जनन मरण भय शोक विडूरं सकल शास्त्र निगमागम सर्गं जनन मरण भय शोक विडूरं सकल शास्त्र निगमागम सर्गं पिबरे रसने पिबरे रामरसं पिबरे रामरसं 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 അപ്പോൾ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുള്ള കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോഴും നമുക്ക് വീണ്ടും ചില പ്രശ്നങ്ങളുണ്ടല്ലോ. അതായത് നമ്മുടെ സ്വപ്നങ്ങളെ അസാധ്യമാണെന്ന് നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് നടക്കാതിരിക്കാനുള്ള ഒരു 100 കാരണങ്ങൾ നമ്മൾ കണ്ടെത്തും അല്ലേ. പക്ഷെ ശരിക്കും ഒരൊറ്റ കാരണം നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി, അത് നടക്കും എന്നുള്ളൊരു ഒറ്റ വിശ്വാസം നമുക്കുണ്ടായാൽ മതി, നമ്മളത് നേടിയെടുക്കും. പലപ്പോഴും നമ്മളൊരു സ്വപ്നത്തിലേക്ക് അത് ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ ഇത് സക്സസ്ഫുൾ ആവോ അല്ലെങ്കിൽ ഇത് നടക്കുന്ന കാര്യം വല്ലതും ആണോ എന്ന് നമ്മുടെ ചുറ്റിനുമുള്ളവർ, നമ്മുടെ വീട്ടിലുള്ളവരാണെങ്കിലും നമ്മുടെ നാട്ടിലുള്ളവരാണെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലും പലരും നമ്മളെ ഇതിൽ പിന്തിരിപ്പിക്കാൻ ആയിട്ട് ശ്രമിക്കും. പക്ഷെ നമ്മുടെ പൊട്ടൻഷ്യൽ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരാൾ നമ്മൾ തന്നെയാണ്. അപ്പം നമുക്കറിയാം നമുക്കിത് സാധിക്കുമോ, നമുക്കിതിലേക്ക് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മൾ എത്ര എഫേർട്ട് എടുത്താൽ പറ്റും, അല്ലെങ്കിൽ എനിക്കതിന് സാധിക്കും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം, ഒരു 100% വിശ്വാസം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാക്കി എന്ത് കാരണങ്ങൾ നമ്മുടെ ചുറ്റിനുമുണ്ട് ഇതിനെ തടസ്സപ്പെടുത്താൻ നോക്കുന്നുണ്ടെങ്കിലും നമ്മളത് തീർച്ചയായിട്ടും നേടിയെടുക്കുക തന്നെ ചെയ്യും. പക്ഷേ ഒരു പോയിന്റെങ്കിലും നമ്മൾ ഡൗട്ട് ചെയ്യുകയാണ്, അയ്യോ ഇതെനിക്ക് പറ്റുമോ, ഇത്രയും പേര് ചുറ്റിനുമുള്ളവർ പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് നമുക്ക് അവരുടെ ഒരു ഇത് നമ്മൾ എടുക്കുമല്ലോ. അവരുടെ ഒരു ഇത് പറയുന്നത് ചിലപ്പോൾ നമ്മളെക്കാട്ടിലും മുതിർന്നവരായിരിക്കാം, അല്ലെങ്കിൽ ജീവിത പരിചയം, അങ്ങനെ കുറേ പറയുന്നത് പോലെ നമ്മൾ കുറച്ച് കൂടുതൽ ഓണം ഉണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് കൂടുതൽ പേര് നമ്മളോട് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. നടക്കുകയില്ല എന്ന് പറയുന്ന ഒരു സാധനം അത് നമ്മൾ ഉറച്ച് വിശ്വസിക്കുക. അത് അവർക്ക് നടക്കില്ല, എനിക്ക് നടക്കില്ല എന്നുള്ളതല്ല. അത് അവരുടെ അവർ ആ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും അത് നടക്കില്ല എന്നുള്ളതായിരിക്കാം എൻ്റെ സത്യം. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന് നടക്കും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 100% ഗോ ഫോർ ഇറ്റ്, നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും. അപ്പം ആദ്യമായിട്ട് ഈ സ്വപ്നം നടക്കും എന്നുള്ളത് നമ്മൾ വിശ്വസിപ്പിക്കേണ്ടത് നമ്മുടെ ചുറ്റുമുള്ളവരെയല്ല, നമ്മളെ തന്നെയാണ്, നമ്മുടെ മനസ്സിനെയാണ്. നമ്മുടെ മനസ്സിനെ നമ്മൾ അതൊന്ന് വിശ്വസിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പിന്നെ ബാക്കി കാര്യങ്ങൾ ഏറ്റെടുത്തോളും, അവർ ആ പണി ചെയ്തോളും. ആ സ്വപ്നത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാനുള്ള ആ ഒരു മാർഗം നമ്മുടെ മൈൻഡ് തന്നെ നമുക്ക് കാണിച്ചു തരും. ബിക്കോസ് മൈൻഡ് എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒരിക്കലും നമ്മുടെ മൈൻഡിനെ നമ്മൾ ഡൗട്ട് ചെയ്യരുത്. നമ്മുടെ മൈൻഡിനോട് നമ്മൾ പറയുക ദിസ് ഇസ് പോസിബിൾ എന്ന് പറഞ്ഞിട്ട് 1% ചാൻസ് ഉണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്, നമ്മളത് എടുക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ പല ഡെഡ്ലി ആയിട്ടുള്ള ഡിസീസസ്, പല ക്യൂറബിൾ അല്ലാത്ത ഡിസീസസ് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇന്ന അസുഖമാണ് നമ്മളെന്ന് അറിയുമ്പോഴത്തേക്കും പലരും തകർന്നു പോകാറുണ്ട്. അപ്പോൾ എപ്പോഴും ഡോക്ടേഴ്സ് ഉൾപ്പെടെ പറയുന്നൊരു കാര്യമാണ്, ഈ ഒരു അസുഖം ക്യൂർ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മുടെ മൈൻഡാണ് പവർഫുൾ ആവേണ്ടത്, അല്ലെങ്കിൽ മൈൻഡാണ് ഒന്ന് സ്റ്റേബിൾ ആവേണ്ടത്. എന്ത് വന്നാലും ഞാൻ കൂടെയുണ്ട് എന്നുള്ളൊരു ധാരണ. അങ്ങനെ തന്നെ ഈ 3 മാസം 6 മാസം മാത്രം ജീവിച്ചിരിക്കും എന്ന് പറഞ്ഞ് എത്രയോ പേര് ഈ ഒരു മൈൻഡിൻ്റെ ഒരു വിൽ പവർ വെച്ചിട്ട് എത്രയോ വർഷങ്ങൾ സുഖമായിട്ട് ഇപ്പോഴും ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ മൈൻഡ് എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. മൈൻഡിനെ നമ്മൾ പോസിറ്റീവ് ആക്കി വെക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. അതെല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്വപ്നത്തിലേക്ക് എത്താനുള്ള മറ്റൊരു മാർഗമാണത്. കായലിൻ പ്രഭാതഗീതങ്ങൾ കേൾക്കുമീ തുഷാരമേഘങ്ങൾ
കേൾക്കുമീ തുഷാരമേഘങ്ങൾ നിറമേകും ഒരു വേദിയിൽ കുളിരോലും ശുഭവേളയിൽ പ്രിയതേ മമ മോഹം നീയറിഞ്ഞു മമ മോഹം നീയറിഞ്ഞു ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമാ അഴകിൻ പവിഴം പൊഴിയും നിന്നിൽ അമൃതകണമായി സഖി ധന്യയാ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോല മേഘമാ അപ്പൊ ഇപ്പൊ നമ്മള് രണ്ട് സോങ്സും കൂടെ ഒരുമിച്ച് പാടിയത് രണ്ടും എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ടും രണ്ടും കല്യാണി രാഗത്തിലായതുകൊണ്ടും തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതെപ്പോഴും ഞാൻ പാടുന്ന സമയത്ത് ഒന്നീന്ന് അടുത്തതിലേക്ക് ഇങ്ങനെ വഴുതി അതിലേക്ക് പോകാറുണ്ട് എപ്പോഴും. അപ്പം അങ്ങനെ തന്നെ പാടാമെന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാവർക്കും നമ്മുടെ ആ സോങ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കല്യാണി രാഗത്തിലാണ് രണ്ടും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഹാർഡ് വർക്ക്, പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങളും എല്ലാം നമ്മൾ കണ്ടു അല്ലേ. നമ്മുടെ ഡിക്ഷണറിയിൽ നിന്ന്, നമ്മുടെ മൈൻഡിൻ്റെ ഡിക്ഷണറിയിൽ നിന്ന് നമ്മൾ എടുത്തു കളയേണ്ട ഒരു വേർഡ് ഉണ്ട്. എന്താണെന്നറിയോ? അസാധ്യം. കാരണം അസാധ്യത്തിൻ്റെ ശരിക്കുമുള്ളൊരു അർത്ഥമല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മുടെ മനസ്സ് നമ്മുടെ അടുത്ത് പറഞ്ഞു തരുന്ന അസാധ്യത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാജയമാണ്. അതായത് എന്നെ കൊണ്ടത് നടക്കില്ല, അല്ലെങ്കിൽ അത് മാറ്റി വെച്ചോളൂ, ഇത് നമുക്ക് പറ്റുന്ന പണിയല്ല എന്ന് മാറ്റിത്തരുന്ന ഒരു കാര്യമാണ് അസാധ്യം എന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തൊരു കാര്യവും നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യം ഒന്നും അസാധ്യമായിട്ടില്ല ഈ ലോകത്ത് എന്നുള്ളതാണ്. എന്തും നമുക്ക് നേരിടാൻ പറ്റും, അല്ലെങ്കിൽ എന്തും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. നമ്മൾ അതിൽ ഡിറ്റർമിൻഡ് ആണ്, അല്ലെങ്കിൽ നമ്മൾ അതിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ് എങ്കിൽ. സുരഭിയാം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ? സന്ധ്യകളുണ്ടോ? ചന്ദ്രികയുണ്ടോ? ഗന്ധർവഗീതമുണ്ടോ? വസുന്ധരേ വസുന്ധരേ കൊതി തീരും വരെ ഇവിടെ പ്രേമിച്ചു മരിച്ചവരുണ്ടോ? ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം, ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി? എനിക്കിനിയൊരു ജന്മം കൂടി. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം, ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി?
മനോഹരമായ ഒരു ഗാനമാണ് അല്ലേ? വയലാർ ദേവരാജൻ മാസ്റ്റർ കോമ്പിനേഷനിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് ആണ്. ഇതിൻ്റെ ലിറിക്സിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി. ശരിക്കും പറഞ്ഞാൽ ഇനി ഒരു ജന്മം ഉണ്ടോ, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിലൂടെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എനിക്കറിയില്ല. കുറച്ച് പേര് വിശ്വസിക്കുന്നുണ്ടാവും, കുറച്ച് പേര് വിശ്വസിക്കുന്നുണ്ടാവില്ല. പക്ഷേ നമുക്ക് എന്താണെങ്കിലും ഇപ്പോൾ ഒരു നല്ലൊരു ജീവിതം ഉണ്ട്. ഒരു ജന്മം നമ്മൾ ജനിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ മരണം വരെ നമ്മളത് നന്നായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ആ ഒരു ജന്മം ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമോ അതിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പോഴും എൻ്റെ ജന്മം പാഴായിപ്പോയി, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഞാൻ വിചാരിച്ച പോലെ ആയില്ല എന്ന് വിചാരിക്കുന്നത് ആരാണ്? നമ്മുടെ ജീവിതം നിശ്ചയിക്കുന്നത്, എങ്ങനെ ആവണം എന്ന് നിശ്ചയിക്കുന്നത് ആരാണ്? നമ്മൾ തന്നെയാണ്. അപ്പോൾ ഇപ്പോഴും സമയം വൈകിട്ടില്ലെന്ന് തന്നെ വിചാരിച്ച് മുൻപോട്ട് നല്ല ഉറച്ച ദൃഢനിശ്ചയത്തോടു കൂടി, ഡിറ്റർമിൻഡ് ആയിട്ട്, ഹാർഡ് വർക്കോട് കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എവിടെയാണോ നമ്മൾ എത്തേണ്ടത് അവിടെ തന്നെ നമ്മൾ എത്തിച്ചേരും. ഈ ജീവിതം തന്നെ നമുക്ക് മനോഹരമാക്കാം. അപ്പോൾ നമ്മുടെ റിലാക്സ് വിത്ത് മ്യൂസിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അതേപോലെ തന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അടിച്ചു പൊട്ടിച്ചേക്കേ. ഓക്കെ, താങ്ക് യു.